നമസ്കാരം. ഇന്ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ഈ ദിവസം ഇപ്പോൾ ഔപചാരികമായിട്ടാണെങ്കിലും എല്ലാവർക്കും ഗാന്ധിജി ആവശ്യമുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഗാന്ധിയുടെ സ്മരണ നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ വെറുതെ ഇന്ന് രാവിലെ എൻ്റെ മകളോട് ചോദിച്ചു, പണ്ടെല്ലാം നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 11 മണിക്ക് രാവിലെ ഒരു 2-4 മിനിറ്റ് മൗനാചരണമുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ അതുണ്ടോ? ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടോ? ഉണ്ടാവാനിടയില്ല. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഗാന്ധി വധം ഒരു വിഷയമല്ല. 5 മുതൽ 12 വരെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ചരിത്രത്തിൽ PhD എടുത്ത ആളുകളിൽ പലർക്ക് പോലും 48 ജനുവരി 30 മുൻപ് എന്ന് വെച്ചാൽ 1934 ശേഷം 5 തവണ മഹാത്മാഗാന്ധിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന അറിവ് ഉള്ളവരാണോ? ഞാൻ കരുതുന്നില്ല ഉണ്ടാവും എന്നുള്ളത്. 6ാമത്തെ തവണ ആ പരിശ്രമത്തിൽ ഗാന്ധിജിയുടെ എതിരാളികൾ വിജയിക്കുകയുണ്ടായി. അത് നേരിട്ട് നിർവഹിച്ചത് നാഥുറാം ഗോഡ്സെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 48 ജനുവരി 30 ഉൾപ്പെടെ 3 തവണ ഗാന്ധി വധശ്രമത്തിന് ശ്രമിച്ച ആളാണ് ഗോഡ്സെ. നമുക്കതറിയുമോ? അറിയില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മതഭ്രാന്തന്റെ വെടിയുണ്ടയാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്നാണ്. മലയാള മനോരമയെ പോലെയുള്ള പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതുന്നത് നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിച്ചു എന്നാണ്. ഇങ്ങനെയൊക്കെയാണ്. യഥാർത്ഥത്തിൽ നാഥുറാം ഗോഡ്സെ ഒരു മതഭ്രാന്തനൊന്നും ആയിരുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. മറിച്ച് അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയായിരുന്നു. ഹിന്ദു രാഷ്ട്രം സ്വപ്നം കണ്ടയാളായിരുന്നു. ഏത് തരം ഹിന്ദു രാഷ്ട്രം? ബ്രാഹ്മണിക്കലായിട്ടുള്ള ജാതി ഹൈറാർക്കി നിലനിർത്തിക്കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ, അധികാരത്തിൽ ബ്രാഹ്മണിക് ഹെഗിമണിയോടുകൂടിയ എന്ന് വെച്ചാൽ മേൽക്കൈയോടുകൂടിയ ഒരു ഹിന്ദു രാഷ്ട്രം. ആ രാഷ്ട്രത്തിലെ സാമൂഹ്യ ബോധത്തിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ബ്രാഹ്മണരായി ജനിച്ചവർ മുകളിലായിരിക്കും. അങ്ങനെ ഒരു തോന്നൽ നിഴല് പോലെ അദ്ദേഹം സ്വപ്നം കണ്ട ഹിന്ദു രാഷ്ട്രയുടെ സമൂഹത്തിൽ ഉണ്ടാകും. ഇതാണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി. ഹിന്ദു രാഷ്ട്ര എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. കറതീർന്ന സവർക്കറിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. RSSന്റെ മുൻ ബൗദ്ധിക് പ്രചാരകായിരുന്നു. ഇതെല്ലാമാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ, അദ്ദേഹം 2005 മരിക്കുന്നത്. നാഥുറാമിനോടൊപ്പം ഗാന്ധി വധത്തിൽ ആ കേസിൽ പ്രതിയായിരുന്നു. തടവ് ശിക്ഷ അനുഭവിച്ചയാളാണ്. അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം ഗാന്ധി വധ് ഓർ മേ, ഗാന്ധി വധവും ഞാനും എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലുൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നാഥുറാം RSS ആയിരുന്നു എന്നാണ്. ഹിന്ദു രാഷ്ട്രത്തിന്റെ ആശയങ്ങളാൽ, ഹിന്ദുത്വയുടെ ആശയങ്ങളാൽ പ്രചോദിതനായിരുന്നു. ഗാന്ധിയുടെ വധത്തിന് ശേഷം വലിയ വിമർശനമുയർന്നപ്പോൾ, ബഹുജന രോഷമുണ്ടായപ്പോ അയാൾ തങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് ഭീരുത്വം മൂലം RSSന്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് ഗോപാൽ ഗോഡ്സെ മരിക്കുന്നതിന് മുൻപും നിരവധി അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സവർക്കറുടെ ഗൂഢാലോചനയിൽ നടന്നിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഭീകര പ്രവർത്തനമായിരുന്നു ഗാന്ധിവധം എന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല. എന്തുകൊണ്ടാണ്? നാഥുറാം ഗോഡ്സെക്ക് ഗാന്ധിജിയെ നേരിട്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു ഗോഡ്സെയുടെ പ്രശ്നം? അത് പൊളിറ്റിക്കലായിരുന്നു, ഐഡിയോളജിക്കലായിരുന്നു. 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്ന്, 1920-കൾക്ക് ശേഷമാണ് ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഈ ആശയങ്ങൾ രൂപപ്പെട്ടത്. ജനാധിപത്യം, സെക്കുലറിസം, തുല്യത, നീതി തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ. ആ കാലത്താണ് ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ സങ്കല്പങ്ങൾ രൂപപ്പെട്ടത്. ആ സങ്കല്പങ്ങൾ ഈ പറഞ്ഞതൊക്കെയായിരുന്നു. ഗാന്ധിജി ആരായിരുന്നു? ആധുനിക ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ അംബാസഡർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തിന്റെ വസ്ത്രം കണ്ട് അദ്ദേഹത്തെ ആ മട്ടിൽ പരിഗണിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യരുത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സിവിൽ സമൂഹത്തെ തൻ്റെതായ രീതിയിൽ
മതനിരപേക്ഷവൽക്കരിക്കാൻ വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണ് ഗാന്ധി. നെഹ്റു അദ്ദേഹത്തിന്റെ സംഭാവന പ്രധാനമായും ഈ മേഖലയിൽ നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളെ സെക്കുലർ ആക്കാനുള്ളതായിരുന്നുവെങ്കിൽ സിവിൽ സൊസൈറ്റിയെ സെക്കുലർ ആക്കാനാണ് ഗാന്ധിജി പരിശ്രമിച്ചത്. തീർച്ചയായും ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളിൽ ഗാന്ധിജിയുടെ നിലപാടുകളിൽ ധാരാളം വീഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ നാം അറിയാതെ പോയിട്ടുള്ള ഒരു ഗാന്ധിയുണ്ട്. സോമനാഥ ക്ഷേത്രം പുതുക്കി പണിഞ്ഞതിന് ശേഷം നടക്കുന്ന അതിൻ്റെ ഉദ്ഘാടനം എന്നാണ് ഇപ്പോഴൊക്കെ പറയുന്നത് അമ്പലത്തിന്റെ, കേട്ടോ, ആ ഒരു ഭാഷ വെച്ച് ഞാൻ പറയാൻ. അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ അതിന്റെ സംഘാടകർ ക്ഷണിച്ചു. അദ്ദേഹത്തിന് പോകണമെന്നുണ്ടായി, പോയി കേട്ടോ. നെഹ്റു പോകരുത് എന്ന് പറഞ്ഞു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു സെക്കുലർ സ്റ്റേറ്റിന്റെ പ്രസിഡന്റ്, രാജ്യത്തിന്റെ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു മതത്തിന്റെ അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നത് തെറ്റായ മെസ്സേജ് നൽകുമെന്നായിരുന്നു നെഹ്റുവിന്റെ വിലയിരുത്തൽ. പക്ഷെ ആ അഭിപ്രായം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വിഷയത്തിൽ ഗാന്ധിജിയുടെ അഭിപ്രായം നമുക്കറിയുമോ? കൊല്ലപ്പെടുന്നതിന് തൊട്ട് തലേവർഷം ബിർള ഹൗസിലെ പ്രാർത്ഥനാ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആ ക്ഷേത്രം പുനരുദ്ധരിക്കുമോ എന്ന ചോദ്യത്തിന് ഗാന്ധിജിയുടെ മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു സെക്കുലർ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ക്ഷേത്രം പുനരുദ്ധരിക്കില്ല. സെക്കുലർ രാജ്യത്തിന്റെ ട്രഷറിയിലെ പണം അതിനുള്ളതല്ല. അവർക്ക് വേണമെങ്കിൽ അവർ നന്നാക്കിക്കൊള്ളട്ടെ. ശ്രദ്ധിക്കണം, ഉടനീളം താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന ഗാന്ധി, രാമരാജ്യമാണ് തന്റെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധി, ഭഗവത്ഗീതയെ, കഠോപനിഷത്തിനെ തന്റെ ആദർശ വ്യാഖ്യാനത്തിന്റെ അടിത്തറയായി കണ്ടെത്തിയ ഗാന്ധി അസന്നിഗ്ധമായി പറഞ്ഞു, അവർക്ക് വേണമെങ്കിൽ അവർ നന്നാക്കിക്കൊള്ളട്ടെ. ഈ ഗാന്ധിജി തീർച്ചയായും ഹിന്ദുരാഷ്ട്രം സ്വപ്നം കണ്ട, ആ ഹിന്ദുരാഷ്ട്രയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ അധികാര ശ്രേണിയുടെ മുകളിൽ ബ്രാഹ്മണരെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ച സവർക്കറിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ കാലത്ത് 1920 മുതൽ 47 വരെയുള്ള കാലത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട രണ്ട് സങ്കല്പങ്ങളിൽ ഒന്ന് നിലവിലുള്ള ഇന്ത്യൻ രാഷ്ട്ര സങ്കല്പവും മറ്റൊന്ന് ഹിന്ദു രാഷ്ട്ര സങ്കല്പവുമായിരുന്നു. ഇന്ത്യൻ ദേശീയത, ഹിന്ദു ദേശീയത. ഗാന്ധിജി ഇന്ത്യൻ ദേശീയതയുടെ, ആധുനികതയുടെ, ജനാധിപത്യത്തിന്റെ അംബാസഡറായിരുന്നു. സ്വാഭാവികമായും സവർക്കറായിരുന്നു ആ മേഖലയിലെ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ എതിരാളി. ഗോഡ്സെ സവർക്കറുടെ അനുയായിയായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധി വധക്കേസിൽ 7ാം പ്രതിയായി സവർക്കർ മാറുന്നത്. പിന്നീട് അദ്ദേഹം വിട്ടയക്കപ്പെട്ടു. പക്ഷെ 1966 രൂപീകരിച്ച ജീവൻലാൽ കപൂർ കമ്മീഷൻ ഗാന്ധിവധത്തെ പറ്റി അന്വേഷിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ചതാണ്. ജസ്റ്റിസ് ജയൽ കപൂറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ അവർ റിപ്പോർട്ട് നൽകി 69. ആ റിപ്പോർട്ടിൽ അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം, സവർക്കറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയിലാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ സവർക്കർ ശിക്ഷിക്കപ്പെടാതെ ഇരുന്നതോ? ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് സവർക്കർ മരിച്ചുപോയിരുന്നു. അതാണ് കാര്യം. ഗാന്ധിവധത്തിന് ശേഷം 1948 ഫെബ്രുവരി 2 RSS നിരോധിക്കപ്പെട്ടു. ആ നിരോധനം പുറപ്പെടുവിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയിട്ടുള്ള വിജ്ഞാപനമുണ്ട്. ആ വിജ്ഞാപനത്തിൽ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അന്ന് സർദാർ പട്ടേലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. സർദാർ പട്ടേൽ തങ്ങളുടെ ആളാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ സംഘപരിവാർ. എന്താണ് ആ റിപ്പോർട്ട് പറയുന്നത്? അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. അഹിതവും അപകടകരവുമായ പ്രവൃത്തികളാണ് സംഘത്തിലെ അംഗങ്ങൾ നടത്തിവരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ RSSന്റെ അംഗങ്ങൾ കൊള്ളയും കൊലയും പിടിച്ചുപറിയും തീവെപ്പും അടക്കമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതായും നിയമവിരുദ്ധമായ ആയുധങ്ങളും പടക്കോപ്പുകളും ശേഖരിക്കുന്നതായും കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ സംഘം അതിന്റെ അപകടകരവും എതിർക്കപ്പെടേണ്ടതുമായ പ്രവർത്തനങ്ങൾ പിന്നെയും തുടർന്നു പോരുകയും അതിൽ പ്രചോദിതമായ അക്രമ പ്രവർത്തനങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിയുകയും ചെയ്തു. അതിലേറ്റവും അവസാനത്തേതും വിലപ്പെട്ടതും ആയിരുന്നു ഗാന്ധിജിയുടെ വധം. ശ്രദ്ധിക്കണം, ഗാന്ധിജിയുടെ വധം
RSS സംഘടനാ തലത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ച് നടപ്പാക്കി എന്നല്ല, അതിലെ എല്ലാവരും മനസ്സിലാക്കി എന്നല്ല, ഹിന്ദു മഹാസഭ ആ വിധം ചെയ്തു എന്നല്ല, അതിലെല്ലാവരും മനസ്സിലാക്കി എന്നല്ല. പക്ഷേ ഹിന്ദുത്വ ശക്തികളിലെ സവർക്കറിസ്റ്റുകൾ അവർ നടത്തിക്കൊണ്ടിരുന്ന ഗൂഢാലോചന, പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വെറുപ്പ്, ആ വെറുപ്പിനാൽ പ്രചോദിതമായ അക്രമി സംഘം, അവരാണ് ഗാന്ധി വധത്തിന്റെ ഉത്തരവാദികൾ എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. തുടർന്ന് സർദാർ പട്ടേൽ അദ്ദേഹം എഴുതിയ 2 കത്തുകൾ ഈ ദിനത്തിൽ നാം പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. അതിലൊന്ന് 1948 ജൂലൈ 18 ശ്യാമപ്രസാദ് മുഖർജിക്ക് എഴുതിയതാണ്. ആരാണ് ശ്യാമപ്രസാദ് മുഖർജി? ജനസംഘത്തിന്റെ സ്ഥാപക നേതാവാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആചാര്യസ്ഥാനീയരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ സർദാർ പട്ടേൽ പറഞ്ഞു, ഹിന്ദു മഹാസഭയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക്, ശ്രദ്ധിക്കണം, ഒരു വിഭാഗം നേതാക്കൾക്ക് ഗാന്ധിവധത്തിൽ നേരിട്ട് പങ്കുള്ളതായി ഞാൻ സംശയാതീതമായി വിശ്വസിക്കുന്നു. RSSന്റെ പ്രവർത്തനം രാജ്യത്തിൻ്റെയും സർക്കാരിൻ്റെയും നിലനിൽപ്പിന് ഭീഷണിയാണ്. തുടർന്നും ധാരാളമുണ്ട്. അതുകൊണ്ട് RSSനെതിരായ നിരോധനം നീക്കാൻ സാധിക്കില്ല എന്നാണ് കത്തിലെ രത്ന ചുരുക്കം. സവർക്കർക്ക് വേണ്ടി ജാമ്യം പറയാൻ വന്നതായിരുന്നു മുഖർജി. പക്ഷേ സർദാർ പട്ടേൽ അത് കേട്ടില്ല. ഒരു കത്ത് കൂടിയുണ്ട്. അത് 1949 സെപ്റ്റംബർ മാസത്തിൽ ഗുരുജി ഗോൾവാൾക്കർക്ക് എഴുതിയതാണ്. ഗോൾവാൾക്കർ RSSന്റെ പ്രമുഖായിരുന്നു, നേതാവായിരുന്നു. ഡൽഹിയിൽ തന്നെ കാണാൻ വന്ന ഗോൾവാൾക്കർക്ക് ഒരു വേള കാണാനുള്ള അനുമതി പട്ടേൽ നിഷേധിച്ചു. എന്തായിരുന്നു കാരണം? ഗാന്ധി വധത്തിലുള്ള RSSന്റെ പങ്കിനെ കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു പട്ടേലിന് എന്ന്. 49 സെപ്റ്റംബർ മാസത്തിലെ ഗോൾവാൾക്കർക്കുള്ള കത്തിൽ സർദാർ പട്ടേൽ പറയുന്നു, RSS നേതാക്കളിൽ എല്ലാവരുടെയും പ്രസംഗങ്ങൾ വിഷം നിറഞ്ഞതാണ്. ഇതിന്റെ അന്തിമ ഫലമാണ് ഗാന്ധിജിയുടെ വധത്തിൽ എത്തിയത്. ഗാന്ധി വധത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് RSSന്റെ ശാഖകളിൽ അതിൻ്റെ പ്രവർത്തകർ മധുരം വിതരണം ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരോധനത്തിന് ശേഷവും അവർ അക്രമ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിരോധനം നീക്കാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോഴില്ല. മനസ്സിലായോ? പുതിയ കാലത്ത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പലതും പ്രചരിക്കുന്നുണ്ട്. ഗോഡ്സെ 3 വെടിയുണ്ടകളാണ് ഗാന്ധിജിക്ക് നേരെ ഉതിർത്തത്. ഇപ്പോൾ പറയുന്നു അമിക്കസ് ക്യൂറിയ വെക്കുന്നുണ്ട് പോലും ഗാന്ധിവധത്തെക്കുറിച്ച് പഠിക്കാൻ. അതിൽ 4ാമത് ഒരു വെടിയുണ്ട കൂടി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉള്ളതായി സംശയിക്കപ്പെടുന്നുണ്ടത്രേ. അത് പക്ഷെ നേരത്തെ കണ്ടിട്ടില്ല. ആ 4ാമത്തെ വെടിയുണ്ടയിലാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ആ വെടിയുണ്ട ഉതിർത്തത് ഗോഡ്സെയല്ല, മറിച്ചോ അത് നെഹ്റു പറഞ്ഞയച്ച ആരോ ആണ് പോലും. ഈ കാര്യങ്ങൾ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്, 4ാമത്തെ വെടിയുണ്ടയല്ലേ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ മറ്റൊരു വാദമുണ്ട്. RSSന്റെ നേതാക്കൾ സവർക്കറെ പറ്റി മിണ്ടില്ല, അദ്ദേഹമാണ് 7ാം പ്രതി. ഹിന്ദു രാഷ്ട്രയുടെ പത്രാധിപർ ഗോഡ്സെ അതൊന്നും പറയില്ല, മറിച്ച് നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പറ്റി പറയും. അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്നു. പിന്നീട് അദ്ദേഹം ഹിന്ദു മഹാസഭ വിട്ടു. നോക്കൂ, 1947-48 വർഷങ്ങൾ 2000-ഓ 2010-ഓ 2023-ഓ അല്ല. ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിച്ച് എല്ലാവരും ഒരുമിച്ച് ഒരു ദേശീയ സർക്കാർ ഉണ്ടാക്കി ഒരു ദേശരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ച കാലമാണ്. ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കറതീർന്ന ഹിന്ദുത്വവാദിയായ ശ്യാമപ്രസാദ് മുഖർജിയെ, പുരുഷോത്തം ദാസ് ഠണ്ടനെ, അതുപോലെയുള്ള നിരവധി പേരെ അംഗങ്ങളായി പറഞ്ഞയച്ചത് BJP അല്ല. ഇന്ന് BJP ഇല്ലല്ലോ, ജനസംഘമല്ല, കോൺഗ്രസ് ആയിരുന്നു. ഇന്ന് ആ കാര്യത്തിൽ നാം അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പാടുണ്ടോ? നെഹ്റുവിനെയും അതുപോലെയുള്ള നേതാക്കളെയും പാടില്ല. എന്തുകൊണ്ട്?
അന്ന് RSSനും വിശ്വ ഹിന്ദു പരിഷത്തിനും അവരെ പറ്റി അവർക്ക് സ്വയം നന്നായി അറിയാം. പക്ഷേ മറ്റുള്ളവർക്ക് അത്രമാത്രം അറിയില്ല. തന്നെയല്ല പറഞ്ഞല്ലോ, ഒരു പുതിയ ദേശരാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന്റെ തുടക്കമാണ് എല്ലാവരെയും ചേർത്തുകൊണ്ടാണ്. അത്തരമൊരു കാലത്ത് എല്ലാവരെയും സഹകരിപ്പിക്കുന്നു. ആ കാലത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷനായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഉൾപ്പെടെയുള്ള VHPയുടെ നേതൃത്വം ഒന്നാകെ ആലോചിച്ചുറച്ച് തീരുമാനിച്ചല്ല, കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമല്ല ഗാന്ധിജിയുടെ വധം. അതാണ് കമ്മീഷനുകൾ, അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു വിഭാഗമാണ്. വേറൊരു വിഭാഗമോ അവരതെല്ലാം വിട്ടുപോയി, മറ്റ് രാഷ്ട്രീയ ധാരകളിലേക്ക് പോയി. പക്ഷെ ഇപ്പോഴും അവരെ പറ്റി, വിട്ടുപോയവരെ പറ്റിയാണ് പറയുന്നത്. തുടർന്നവരെ പറ്റി പറയുന്നില്ല, തുടർന്നവരുടെ പിൻഗാമികളെ പറ്റി പറയുന്നില്ല. ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആ പഴയ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ പിൻഗാമികളല്ല, ആ ആശയം പിൻപറ്റുന്നവരല്ല, സവർക്കറുടെ ആശയം പിൻപറ്റുന്നവരാണ്, സവർക്കറിസ്റ്റുകളാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയും ഗോഡ്സെയും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടുപേരും സവർക്കറിസ്റ്റുകളാണ് എന്നാണ്. രണ്ടുപേരും ഹിന്ദുത്വവാദികളാണ് എന്നാണ്. രണ്ടുപേരും രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മതസ്ഥർക്കെതിരായ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നവരാണ് എന്നാണ്. ഈ കാര്യം നാം മനസ്സിലാക്കണം. ഗാന്ധിജിയുടെ വധം നടത്തിയ ശക്തികൾ നമ്മുടെ രാജ്യത്തിന്റെ അധികാരം പിടിച്ചടക്കിയ കാലത്ത് ഗാന്ധിജിയുടെ ഓർമ്മകൾ, രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ തിരിച്ചു പിടിക്കുക എന്നത് ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മാർഗമാണ്.